Hello everyone. So, ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് ഫോർ മൈ ലവിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് നടന്നതുപോലെ ഇഫക്റ്റീവ് ആക്കാൻ ഒരുപാട് ഗൂഗിൾ ടൂൾസ് ഉണ്ട്. അങ്ങനത്തെ ഒരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഗൂഗിൾ ലോഞ്ച് ചെയ്ത ഒരു ആപ്പാണ് സോക്രാറ്റിക് ആപ്പ് എന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് how a teacher explains to a students, everything will be there. പിന്നെ അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഗൂഗിളിൽ നേരിട്ട് പോയി സെർച്ച് ചെയ്യില്ലേ? അല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരുപാട് ഓപ്ഷൻസ്, മില്യൻസ് ഓഫ് ഓപ്ഷൻസ് വിൽ ബി there. അതിന് റൈറ്റ് വൺ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടഫ് ടാസ്ക്, റൈറ്റ്? അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് കമ്മ്യൂണിറ്റി തന്നെ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തതിൽ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ ഫുള്ളായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഓൺലി ഫോർ ഹൈസ്കൂൾ സ്റ്റുഡൻസ്, ഓൾസോ അപ്ലിക്കബിൾ ടു ഓൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആ ആപ്പിന്റെ വണ്ടർഫുൾ ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യൂ, വണ്ടർഫുൾ റിസൾട്ട്സ് വന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മൾ ഏത് ആപ്പ് നമ്മുടെ ഫോണിൽ വേണമെങ്കിലും നമ്മൾ എന്താ ചെയ്യുക? പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും അല്ലേ? അപ്പം നമ്മൾ അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലാണ് പോവുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, എന്താ പറയുക, സോക്രാറ്റിക് ആപ്പ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ സോക്രാറ്റിക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓപ്ഷൻ വരും. അതിൽ ഞാൻ സെലക്ട് ചെയ്താൽ ഇത് വരും. അപ്പോൾ ഓൾറെഡി ഐവ് ഇൻസ്റ്റാൾഡ്. അപ്പോൾ അത് ഇവിടെ ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാവും. ഇതാണ് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ ഉറ്റമിത്രം എന്ന് പറയുന്നത്. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഏത് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ലോഗിൻ ചെയ്യണം അല്ലേ? സൈനപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൽ ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു യു ലേൺ ടുഡേ? ഇന്ന് എന്താണ് പഠിക്കേണ്ടത്? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റുഡൻസിന് ഇപ്പോൾ എക്സ്പേർട്സിൻ്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ, മെൻറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഇതുപോലെ ഗൈഡ്സും ഇതിപ്പോൾ IIT JEEക്ക് പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പോൾ നോട്ട് ഓൺലി ഫോർ സ്കൂൾ സ്റ്റുഡൻസ്, യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ള ക്വസ്റ്റ്യൻസ് ആയാലും ഇതിൽ നിന്ന് ആൻസർ നമുക്ക് കിട്ടും. അത് എക്സ്പേർട്സ് പറഞ്ഞ പോലെ തന്നെ എക്സ്പേർട്സ് കമ്മിറ്റി റാങ്ക് ചെയ്ത നമ്പർ 1 സജഷൻസ് ആണ്. ഇതിൽ ബെസ്റ്റ് സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ അതിൽ നിന്ന് ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ ഇറ്റ് ഈസ് എ ടഫ് ടാസ്ക്. അപ്പോൾ അത് ആ ഒരു ടാസ്കിനെ സിംപ്ലിഫൈ ചെയ്യാണ് സോക്രാറ്റിക് ആപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 3 എണ്ണം. ഒന്ന് ഇത് പിന്നെ സെർച്ച് ചെയ്യാനുള്ള, ഇതൊന്ന് നമുക്കിതുപോലെ ഫോട്ടോ എടുത്തിട്ട് ഏത് പിക്ചറിൻ്റെ ആയാലും, ഏതിനിപ്പോൾ ഹാൻഡ് റിട്ടൺ ആയാലും നമ്മുടെ ഗൈഡത്തെ ആയാലും നമ്മൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുത്താലും അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മൈക്രോഫോണിൻ്റെ പിക്ചർ ഉണ്ട്. അതിൽ മൈക്രോഫോണിൽ അമർത്തി കഴിഞ്ഞാൽ വോയിസ് ആയിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യാണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ട്രൈ ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സജഷൻസ് വരും. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത്, അപ്പോൾ ഞാനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് എടുക്കുന്നത്. അതിൻ്റെ സൊല്യൂഷൻ കാണാൻ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതാണ് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ല, എനിക്ക് ഇതാണ് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഏതാണോ വേണ്ടത് സെലക്ഷൻ പൊസിഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഗോ എന്നുള്ളതിൽ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ സൊല്യൂഷൻ ലോഡ് ചെയ്യുന്ന കാണാൻ വരുന്നുണ്ടാവും. അപ്പോൾ കണ്ടോ, ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്, ക്വാഡ്രാറ്റിക് ഫോർമുല, സ്റ്റെപ്സ് ടു സോൾവ്, ഫാക്ടറൈസേഷൻ വെച്ചിട്ട് സൊല്യൂഷൻ ആദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, മെത്തേഡ് 1 കൊടുത്തിട്ടുണ്ട്, ഫോർമുല കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എങ്ങനെ ഹൗ ഡു യു ഫാക്ടർ ആൻഡ് സോൾവ്, ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ്, ഫോർമുല വെച്ചിട്ട് എങ്ങനെയാണ്, ഇതൊക്കെ
നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എക്സ്പ്ലനേഷൻ എനിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ സീ മോർ എന്നുള്ളതിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കണ്ടോ കറക്റ്റ് ഒരു ടീച്ചർ ചെയ്തു തന്ന പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഇതിൽ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി കൊടുക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ആണെന്ന് കരുതിക്കോളൂ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രോപ്പർട്ടീസ് എനിക്ക് അറിയില്ല. ഇങ്ങനെ ഞാൻ പ്രസ് ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, സെർച്ച് കൊടുത്തു. ഞാൻ സോറി എന്നാലും ഇക്വിലാറ്ററൽ ഞാൻ സ്പെല്ലിംഗ് തെറ്റിയിട്ടായിരുന്നു പഠിച്ചത്, ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. കണ്ടോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ ട്രയാങ്കിൾ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഇവിടെ വന്നു അല്ലേ. ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ്, ആംഗിൾ സം ഇതാണ്. ഇനി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വേണമെങ്കിൽ കണ്ടോ സം ഓഫ് ആംഗിൾ, ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണ്, സം ഓഫ് ടു സൈഡ്സ് ലോങ്ങസ്റ്റ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും കണ്ടോ, സം ഓഫ് ടു സൈഡ്സ് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, എക്സ്റ്റീരിയർ ആംഗിൾ പറഞ്ഞാൽ എന്താണ്, അങ്ങനെ എല്ലാം തന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു ഓപ്ഷനല്ല. അപ്പോൾ അതിൽ വണ്ടർഫുൾ ആയിട്ടുള്ള കുറേ സെലക്ഷൻസ്, ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. കൂടാതെ ഞാൻ ഇത് ബാക്ക് അടിക്കാൻ പോവാണ്. ഇതിപ്പോൾ ട്രൈ ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടല്ലേ. ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത്, എനിക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇപ്പോൾ ഇതിലൊക്കെ കുറേ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. ആ സൊല്യൂഷൻസിൽ നമുക്കറിയാം ഇതിൽ പിന്നെ ആൻസേഴ്സ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, MCQ ഒക്കെ ആണെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സാമ്പിളായിട്ട് എ ക്യൂബ് ഹാസ് എ ലെങ്ത് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനിൽ അപ്പോൾ ഞാൻ ഈ ക്യാമറയിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട്, സാധാരണ നമ്മൾ ഫോട്ടോ എടുക്കണ പോലെ ഫോക്കസ് ചെയ്തിട്ട് ഈ ക്യാമറയിൽ ഞാനൊന്ന് പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഏതിൻ്റെ ആണോ സെലക്ഷൻ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് എന്താ പറയുക സെലക്ഷൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഗോ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ വരും, കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ വരും. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സജഷൻസും തന്നെ ഇതിൽ വരും. കണ്ടോ IIT JEE 2003 ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം തന്നെ ബെസ്റ്റ് സജഷൻസാണ് ഇതിൽ വരിക. അപ്പോൾ എല്ലാം എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതെല്ലാം വരും. പിന്നെ കൂടാതെ ഇനിയിപ്പോൾ ഒരു വോയിസ് ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം ഞാനിവിടെ വോയിസിൽ കൊടുക്കുകയാണ്. ഇവിടെ മൈക്രോഫോണിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് എന്താണോ നമുക്ക് അറിയാനുള്ളത്, ഇപ്പം ഞാനിവിടെ പോയി ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ളത് ഓൾറെഡി അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷേ താഴെ പറഞ്ഞത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ മറന്നുകൊണ്ട് അതിൻ്റെ ഓപ്ഷൻസാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ കണ്ടോ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് എനേബിൾഡ്. അതിൻ്റെ സജഷൻസ് വന്നിട്ടുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് വന്നിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റഡ് വെബ്സൈറ്റ്സ് വന്നിട്ടുണ്ട്. എല്ലാം അതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. നമുക്കറിയാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എവറിത്തിങ് ഈസ് പോസിബിൾ, ബട്ട് ഇറ്റ് ഈസ് വെരി ടഫ് ടാസ്ക് ടു സെലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫ്രം ദാറ്റ് വിച്ച് ഈസ് ജെനുവിൻ, വിച്ച് ഈസ് കറക്റ്റ് ആൻസർ, വിച്ച് വൺ ഈസ് ബിലീവബിൾ, റിലയബിൾ എന്നെല്ലാം സെലക്ട് ചെയ്യാൻ കുറച്ച് ലോജിക്ക് തന്നെ വേണം. അതിന് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ എന്താണ്, പിന്നെ ഈ സെർച്ച് ബട്ടണാണ്. സെർച്ചിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്താണ് നിങ്ങൾക്ക് ആൻസർ ടൈപ്പ് ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ് വാട്ട് ഈസ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാണ് വാട്ട് ഈസ് AI എന്ന് ടൈപ്പ് ചെയ്യാണ് ഞാനിവിടെ. അപ്പോൾ AI എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ആൻസേഴ്സാണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഓഫ് വൺ ഓഫ് ദ വീഡിയോ, പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ്, ഡെഫിനിഷൻസ്, എവറിത്തിങ് ഈസ് ദെയർ. അപ്പോൾ ഞാൻ ഇതിനെ പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ
നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ വളരെ നല്ല ഒരു വിജയം കൈവരിക്കാൻ ഈ ഒരു ആപ്പിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും വേണ്ടി വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.